മകന് പനിയായത് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്ന വഴിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വരുന്ന വഴിക്ക് വിഴിഞ്ഞം ജംഗ്ഷനിൽ വെച്ചാണ് അദാനി പോർട്ടിലോട്ട് ലോഡുമായി വന്ന വണ്ടി ഞങ്ങളുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. വലത് കാല് പൂർണ്ണമായി ആംബ്യൂട്ട് ചെയ്തു. കാലിൽ കൂടാതെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്. ബാഗ് വഴിയാണ് പ്രാഥമിക കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർക്ക് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കണം. കൃത്രിമക്കാൽ ഘടിപ്പിക്കണമെങ്കിൽ പോലും ഒരുപാട് സമയമെടുക്കും. വലത് കാല് ഫുൾ ക്രഷ്ഡായി പോയതാണ്. അപ്പോൾ ഇപ്പം ഉള്ള പോർഷനിൽ ഇപ്പം ഇടുപ്പിന് താഴെ വെച്ചാണ് ആംബ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ഉള്ള ഭാഗത്ത് ഈ ഇടത് കാലിലെ മാംസം എടുത്ത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. സർക്കാർ സ്കൂളിലെ അധ്യാപികയായ സന്ധ്യ നിലവിൽ അവധിയിലാണ്. അവധിയുടെ കാലാവധി കഴിയാറായി. വിഴിഞ്ഞത്ത് തന്നെ അനന്തു എന്ന യുവാവ് ടിപ്പറിൽ നിന്നും കല്ല് വീണ് മരിച്ചതിനു ശേഷം ഉയർന്ന പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രി അടക്കമുള്ളവർ സന്ധ്യയെയും വീട്ടിലെത്തി കണ്ടിരുന്നു. അവധി കഴിയാറായി. അപ്പോൾ ഇനി ലീവിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ ചെയ്തു തരാം. നഷ്ടപരിഹാരത്തിനായി മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭീമമായ തുകയാണ് ചികിത്സയ്ക്കായി കുടുംബത്തിന് ചിലവായത്. സാമ്പത്തിക സഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് വാസ്തവം. അദാനിയുടെ വണ്ടിയാണ് ഇടിച്ചത്. പക്ഷെ അദാനി പോർട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഈ ദിവസം വരെയും ആരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപകട സമയത്ത് 5 വയസ്സുകാരനായ മകനും ഒപ്പമുണ്ടായിരുന്നു. അതിന്റെ ഞെട്ടൽ ആ കുഞ്ഞിന്റെ മുഖത്തു നിന്നും മാഞ്ഞിട്ടില്ല. മകനെ ഒപ്പമിരുത്തി പഴയ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് ഈ അമ്മ. സന്ധ്യ ടീച്ചറെ പോലെ എത്രയോ പേരുടെ ജീവിതം പ്രതിസന്ധിയിലായി പോയിട്ടുണ്ട്. അനന്തുവിനെ പോലെ എത്രയോ പേർ അപ്രതീക്ഷിതമായി മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ടിപ്പറുകളുടെയും മരണപ്പാച്ചിലിന് ഒരു കുറവുമില്ല. വലിയ വാഹനത്തിലിരുന്ന് മരണപ്പാച്ചിൽ നടത്തുന്ന നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടേതുപോലെ തന്നെയുള്ള ജീവനുകളാണ് ചെറുവാഹനങ്ങളിലും കാൽനടയുമായുമൊക്കെ നിരത്തിലൂടെയുള്ളതെന്ന്. നെല്ലൈ മുരുകനൊപ്പം അമൽ തൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.